ഹലോ ഗൈസ്, വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ കാണിച്ചു തരുന്നത് നമുക്ക് എങ്ങനെ പ്ലെയേഴ്സിനെ മാർക്കറ്റിൽ സോൾഡ് ചെയ്യാമെന്നാണ്. സോൾഡ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കോയിൻസ് കിട്ടുന്നതാണ്. അതിനായിട്ട് നമ്മൾ ക്ലബ് എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ കുത്തുക. ഇപ്പോൾ നമ്മളുടെ മൈ ടീം മാർക്കറ്റ് പ്ലെയേഴ്സ് ലോക്കർ റൂം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കുത്തുക. അപ്പോൾ റിക്കമെൻഡ് മൈ പ്ലെയേഴ്സ്, മൈ വാച്ച് ലിസ്റ്റ്, മൈ ഓർഡേഴ്സ് എന്നൊക്കെ കാണും. അതിൽ മൈ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും, അതിലേക്ക് കുത്തുക. അപ്പോൾ സൈഡിൽ 3 വെള്ള ചിഹ്നം കാണും, അതിലൊന്ന് കുത്തുക. 2 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ പ്ലെയേഴ്സൊക്കെ ഇതേപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ പ്ലെയേഴ്സ് അവരുടെ അതിൻ്റെ താഴെ അത് സെല്ല് ചെയ്താൽ കിട്ടുന്ന നമുക്ക് പോയിൻറ്സും കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള പ്ലെയേഴ്സ് ഇതേപോലെ നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ ഇപ്പോൾ 18 പ്ലെയേഴ്സാണ് ഉള്ളത്. എനിക്ക് ഇപ്പോൾ കുറച്ച് പ്ലെയേഴ്സിനെയൊക്കെ മാറ്റേണ്ടതാണ്. അപ്പോൾ എനിക്ക് ലൊസാഡ എന്ന് പറയുന്നൊരു ഗോൾ കീപ്പറിനെ ആദ്യമായിട്ട് മാറ്റണം. അപ്പോൾ അതിൽ സെല്ലെന്ന് പറയുന്ന ഓപ്ഷനിൽ കുത്തുക. അപ്പോൾ ഇതേപോലെ ഒരു ഗ്രാഫൊക്കെ വന്ന് കിടക്കും. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന സെയിൽ പ്രൈസിൻ്റെ അവിടെ പൈസ വന്ന് കിടക്കും. എന്നിട്ട് അതിൽ സെല്ലെന്ന് കുത്തുക. 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് ഇതേപോലെ ഒരു നോട്ടെന്ന് പറഞ്ഞു വരും, അതും കൺഫേം കുത്തുക. എന്നിട്ട് വീണ്ടും സെയിൽ ഓർഡർ സബ്മിറ്റ് എന്ന് പറയും, അതും വീണ്ടും കൺഫേം കുത്തുക. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള പ്ലെയേഴ്സൊക്കെ ഇതേപോലെ സെല്ല് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം പ്ലെയേഴ്സിനെ സെല്ല് ചെയ്യുന്നത്, കാരണം എനിക്ക് കുറച്ച് ഇതിന് പൈസ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എത്ര വേണമോ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ പ്രൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കൺഫേം കുത്തുക. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതേപോലെ സെല്ല് ചെയ്ത് വിടാം. ഇത് നമ്മുടെ മൈ വാച്ച് ലിസ്റ്റ് എന്ന് പറയും, പിന്നെ മൈ ഓർഡേഴ്സ് എന്നൊക്കെ കിടക്കും. അതിലാണ് നമ്മൾ ആദ്യത്തെ കുത്തേണ്ടത്. അപ്പോൾ അതിൽ ക്ലെയിം കോയിൻസ് എന്ന് പറഞ്ഞു കാണും, നമ്മൾ സെല്ല് ചെയ്ത പ്ലെയേഴ്സ്. അപ്പോൾ അതിൻ്റെ കോയിൻസ് നമുക്ക് കിട്ടുന്നതാണ്. എനിക്ക് ഇപ്പം 42,900 എന്ന പ്രൈസാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ക്ലെയിം കോയിൻസ് കുത്തുക. അപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് കോയിൻസ് ക്ലെയിംഡ് കിട്ടും. അതിൽ 10% അവർക്ക് കമ്മീഷനായി കൊടുക്കേണ്ടതാണ്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് അതിനുശേഷമേ നമ്മൾ കൺഫേം കൊടുത്തിട്ടുള്ള എല്ലാ പ്ലെയേഴ്സിൻ്റെയും കോയിൻസ് നമുക്ക് ക്ലെയിം ആക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ വീണ്ടും കുറച്ച് പ്ലെയേഴ്സിനെ സെല്ലാക്കുകയാണ്. സെല്ല് കുത്തുക, പിന്നെ കൺഫേം